പ്രിയപ്പെട്ട അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് എത്തിയിട്ടുള്ള വിവിധ നായർ, വേദിയിലെ പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ നിലവാരത്തിൽ പ്രവർത്തനങ്ങളായിട്ടുള്ള ബഹുമാന്യരായ അച്ഛന്മാരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള്, ഈ ഭാവനാത്മ കോളേജ് നമ്മുടെ കേരളത്തിൽ ഇന്ന് പച്ചക്കറി തൈകൾ നട്ട് ഇന്നു മുതൽ അതുകൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രാഥമിക ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത്, പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത്, ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമുക്ക് പുത്തൻ ചുവടുവെപ്പുകൾ നടത്താനായിട്ട് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയും അധികാര വികേന്ദ്രീകരണത്തിലൂടെയും ജനകീയാസൂത്രണ പദ്ധതിയിലൂടെയും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന ശക്തിയും കരുത്തും വരുന്ന ഭാവിയെ കരുതിൽ കാണുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. കേരളത്തിലെ ഇന്നത്തെ സംസ്ഥാന ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നവകേരള മിഷൻ എന്ന ഒരു പുതിയ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിൻ്റെ കുറേയധികം പരിപാടികൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പരിശീലനം, ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ എല്ലാ യോഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗങ്ങൾ, ഒരു വലിയ ശ്രമം നടന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് 14 ജില്ലകളിൽ. ഇടുക്കിയിലെ ആദ്യത്തെ പരിപാടി ഇവിടാണ്, ജില്ലാതല ഉദ്ഘാടനം. ഇതുകൂടാതെ എനിക്ക് 35-ാം മൈലിൽ ഒരു പരിപാടിയും കൂടെ ഉണ്ടെന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ കൂടി നമ്മൾ ലക്ഷ്യമിടുന്നത്, ഒന്ന്, എല്ലാ ജല സാധ്യതകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുക. ശുദ്ധീകരിച്ച് വലിയ തോതിൽ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ വികസന കാഴ്ചപ്പാടിൽ ഒന്നാമത്തെ ഐറ്റം അതാണ്. 2, സമ്പൂർണമായ മാലിന്യമുക്ത കേരളം. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക. അത് എവിടെ ഉണ്ടാവുന്നതോ അവിടെ തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കർമ്മപരിപാടി തയ്യാറാക്കുക. പട്ടണങ്ങളും ഗ്രാമങ്ങളും വീടുകളും, നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. വീടുകളിൽ നിന്ന് തുടങ്ങണം, ഗ്രാമങ്ങളിൽ നിന്ന് വേണം, പട്ടണങ്ങളിൽ നിന്ന് വേണം മാലിന്യമുക്തമായ കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങേണ്ടതാണ്. അതിനും ഒരു വിപുലമായ പരിപാടി ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുകയാണ്. 3, ജൈവ കൃഷി. അതാണ് ജൈവ കൃഷിയാണ്. കീടനാശിനി ഉപയോഗിക്കാതെ, രാസവളം ഉപയോഗിക്കാതെ, വിഷാംശമുള്ള വളങ്ങൾ ഉപയോഗിക്കാതെ സമ്പൂർണമായി ജൈവ കൃഷിയെ ആശ്രയിക്കുക, അത് വികസിപ്പിക്കുക, അത് കേരളത്തിൻ്റെ തനതായ ഒരു മാർഗമാക്കി തന്നെ ഭാവിയിൽ മാറ്റുക എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റിന് ഉള്ളത്. ഇവിടെയാണെങ്കിൽ ഭാവനാത്മ കോളേജ്, അതിൻ്റെ ഭരണാധികാരികൾ അല്ലേ, ഇടുക്കി രൂപത തന്നെ നമുക്ക് ആവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള സ്ഥലം തന്നിരിക്കുന്നു. കോളേജാണ് ഈ കാര്യത്തിൽ വലിയ മുൻകൈ എടുത്തിരിക്കുന്നു. അതിൻ്റെ ഭരണസമിതി അംഗങ്ങളെ, അതിന് നേതൃത്വം കൊടുക്കുന്ന വികാരി അച്ഛനെ അടക്കം, അച്ഛന്മാരെയും മറ്റ് അധ്യാപകരെ അടക്കം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഒരു പുതിയ മുന്നേറ്റത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. അതിന് ഭാവനാത്മ കോളേജിന്റെ ഗ്രൗണ്ടിൽ തന്നെ, അഥവാ ഭൂമിയിൽ തന്നെ അവസരമുണ്ടായിരിക്കുന്നു. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ നവകേരള മിഷന്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഇവിടെ ചില ഒരുപാട് വേണ്ട. ഞാൻ എന്നെ വെച്ചാൽ സാധാരണ ഉണ്ടാകും. അതാണ് എന്റെ
വരും